പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറച്ചു. ലിറ്ററിന് 2 രൂപ വീതമാണ് കുറച്ചത്. പുതുക്കിയ നിരക്ക് നാളെ രാവിലെ 6 മണിക്ക് നിലവിൽ വരുമെന്ന് എണ്ണ കമ്പനികൾ അറിയിച്ചു. നിതിൻ അഭിജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ വിലക്കുറവ്. എങ്കിലും അത് ആശ്വാസകരമായ ഒരു തീരുമാനം അല്ലേ? ഗൂഗിൾ വലിയ ആശ്വാസം അല്ലെങ്കിൽ പോലും താൽക്കാലിക ആശ്വാസം എന്ന് പറയാം. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പോടെയാണ് പെട്രോൾ ഡീസൽ വില ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തെ ഈ പെട്രോൾ വില വർധനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പ്രചരണമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ ഇപ്പോൾ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ വീതം കുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യത. കാരണം ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനമെല്ലാം തന്നെ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണ യോഗത്തിന് ശേഷം വൈകാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറച്ചിരിക്കുന്നു. കാലങ്ങളായി എണ്ണ കമ്പനികൾക്ക് വില നിയന്ത്രണാധികാരം നൽകിയ ശേഷം പലതവണയായി കൂട്ടി 100-ന് മുകളിലേക്ക് കടന്നു നിൽക്കുന്ന പെട്രോൾ ഡീസൽ വിലയാണ്. അവിടെയാണ് 2 രൂപ കുറയ്ക്കുന്നത്. അതും ഇലക്ഷന് അടുത്ത്. എന്നാണ് ഇനി ഇലക്ഷൻ പ്രഖ്യാപനമെന്ന് മാത്രം അറിയേണ്ടതുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ വില കുറയ്ക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇലക്ഷൻ കമ്മീഷനിലെ ഒഴിവുകൾ നികത്തി കേന്ദ്ര സർക്കാർ. ഗ്യാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ച് രാഷ്ട്രപതിയുടെ വിജ്ഞാപനം. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി യോഗത്തിൽ പ്രതിപക്ഷ പ്രതിനിധി അധീർ രഞ്ജൻ ചൌധരി വിയോജിപ്പ് രേഖപ്പെടുത്തി. ചീഫ് ജസ്റ്റിസിനെ നിയമന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് പുതിയ അംഗങ്ങളുടെ നിയമനം. നിയമമന്ത്രിയും 2 കേന്ദ്ര സെക്രട്ടറിമാരും അടങ്ങിയ സെർച്ച് കമ്മിറ്റി 200-ലധികം പേരുകളാണ് ശുപാർശ ചെയ്തത്. ചുരുക്കപ്പട്ടിക മുൻകൂറായി നൽകണമെന്ന പ്രതിപക്ഷ ആവശ്യം പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല. യോഗം ചേർന്ന ഉടൻ കോൺഗ്രസ് പ്രതിനിധി ആദിർ രഞ്ജൻ ചൌധരി ഇക്കാര്യത്തിൽ വിയോജിപ്പ് അറിയിച്ചു. കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ ഗ്യാനേഷ് കുമാറും പഞ്ചാബ് കേഡർ ഉദ്യോഗസ്ഥനായ സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് പുതിയ കമ്മീഷണർമാർ. ഈ നിർദ്ദേശവും ആദിർ രഞ്ജൻ ചൌധരിയുടെ എതിർപ്പ് രേഖപ്പെടുത്തിയാണ് അംഗീകരിച്ചത്. बलविंदर संधू है और एक केरल के मिस्टर गणेश, ये तो होना ही था, जो होना ही था हो रहे हैं. और मैं यूं कि मेरे पास कोई तो ज़्यादा जानकारी नहीं है. अचानक ये सारी जानकारी आप लोग अभी अभी दे रहे हैं. मीटिंग शुरू होने की 10 मिनट पहले. मैं उतने महाज्ञानी तो नहीं है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയിൽ ആദിർ രഞ്ജനെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുത്തു. കേരള കേഡർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ. പഞ്ചാബ് കേഡറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് സുഖ്ബീർ സിംഗ് സന്ധു. കാലാവധി തീരുന്നതിന് മുമ്പ് അരുൺ ഗോയൽ കമ്മീഷണർ സ്ഥാനം കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇതോടെ 3-അംഗ കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ശേഷിച്ചിരുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള നിയമഭേദഗതിക്കെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. സമിതിയിൽ ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി എന്ന വ്യവസ്ഥ മാറ്റിയതാണ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിൽ രാംനാഥ് കോവിന്ദ് സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 11,626 പേജുകളുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. 2029 മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെന്ന റിപ്പോർട്ടിൽ നിർദ്ദേശമുള്ളതായാണ് വിവരം. 5 മാസത്തിന് മുൻപാണ് രാംനാഥ് കോവിന്ദ് സമിതി പ്രവർത്തനം ആരംഭിച്ചത്. 191 ദിവസത്തെ നടപടികൾക്ക് ശേഷം 18,626 പേജുകളുള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. 8 സെക്ഷനുകളിലായാണ് റിപ്പോർട്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിക്ക് അനുകൂലമായ നിലപാടാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. 1951-67 കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിൽ പദ്ധതിക്ക് അനുകൂലമായി ചൂണ്ടിക്കാട്ടുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് പുതുമയുള്ളതല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഒരുമിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് പല കാലങ്ങളിലായതെന്ന അഭിപ്രായവും റിപ്പോർട്ട് ഉൾക്കൊള്ളുന്നു. പദ്ധതി വഴി സാമ്പത്തികമായി രാജ്യത്തിനുണ്ടാകുന്ന നേട്ടങ്ങളും റിപ്പോർട്ട് വിവരിക്കുന്നുണ്ട്. രാഷ്ട്രപതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഉചിതമായ തീരുമാനം ഇനി മന്ത്രിസഭ കൈക്കൊള്ളും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം SBI കൈമാറിയ തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് വിവരങ്ങളുള്ളത്. 2019 മുതലുള്ള ഇലക്ഷൻ ബോണ്ടിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. ഓരോ പാർട്ടിക്കും ആരുടെയൊക്കെ പണം ലഭിച്ചുവെന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. സുപ്രീം കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. 2019 ഏപ്രിൽ 12-നും 2024 ഫെബ്രുവരി 15-നും ഇടയിൽ വാങ്ങിയതും പണമാക്കിയതുമായ ബോണ്ടുകളുടെ വിവരങ്ങളാണ് 2 ഭാഗങ്ങളിലായി പ്രസിദ്ധീകരിച്ചത്.
SBIയിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളുടെ പേരാണ് ആദ്യ ഭാഗത്ത്. കമ്പനികളിൽ നിന്ന് അവ സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പേരാണ് രണ്ടാം ഭാഗം. ഏത് കമ്പനി ഏതൊക്കെ പാർട്ടിക്ക് പണം നൽകിയെന്ന് വ്യക്തമല്ല. മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്, പെഗാസസ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, വേദാന്ത ലിമിറ്റഡ്, അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ്, ബജാജ് ഓട്ടോ ലിമിറ്റഡ്, ബജാജ് ഫിനാൻസ്, ITC, അൾട്രാടെക് സിമന്റ് തുടങ്ങിയ വമ്പൻ കമ്പനികളാണ് SBIയിൽ നിന്ന് ബോണ്ട് വാങ്ങിയത്. സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയും പട്ടികയിലുണ്ട്. അദാനി, റിലയൻസ് എന്നീ കമ്പനികളുടെ പേരുകളില്ല. പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ച് ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത് BJPക്കാണ്. 22,217 ബോണ്ടുകൾ ഇറക്കിയെന്നും അതിൽ 22,030 രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കിയെന്നുമാണ് SBI സത്യവാങ്മൂലത്തിലൂടെ സുപ്രീംകോടതിയെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് 24. പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമം മുസ്ലിം വിഭാഗത്തിനെതിരാണെന്ന വാദം ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം തുടരുകയാണ്. പൗരത്വ ഭേദഗതി നിയമ വിജ്ഞാപനത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവും നിയമ നടപടിയും തുടരുകയാണ്. ഇതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പിന്നോട്ടില്ലെന്ന നിലപാട് ആവർത്തിച്ചത്. പൗരത്വ നിയമം നടപ്പാക്കുന്നതിൽ ന്യൂനപക്ഷങ്ങളോ മറ്റു വിഭാഗങ്ങളോ ഭയപ്പെടേണ്ടതില്ല. നിയമം നടപ്പാക്കാതിരിക്കാൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കഴിയില്ലെന്നും അമിത്ഷാ പറഞ്ഞു. CA के कानून को भारतीय जनता पार्टी की सरकार लाई है, नरेंद्र मोदी सरकार लाई है. इसको रिपील करना असंभव है. हम पूरे देश को जागरूक करेंगे और रिपील करने वालों को कहीं पर स्थान ही न मिले इसी स्थिति होगी. പൗരത്വ ഭേദഗതി നിയമ വിജ്ഞാപനത്തിനെതിരെ മുസ്ലിം ലീഗ്, DYFI, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ നൽകിയ ഹർജികൾ ഉൾപ്പെടെ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. നിയമം ഭരണഘടനയ്ക്ക് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി CPIയും ഇന്ന് സുപ്രീംകോടതിയെ സമീപിച്ചു. നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഡൽഹി അംബേദ്കർ സർവകലാശാലയിൽ SFI പ്രതിഷേധം സംഘടിപ്പിച്ചു. അസമിൽ നിയമത്തിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുകയാണ്. 24 ഡൽഹി. പൗരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി. ജനവിരുദ്ധവും വർഗീയ അജണ്ടയുടെ ഭാഗവുമായുള്ള നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് ചട്ടമുണ്ടാക്കിയതിനെതിരെ നിയമപരമായ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ നിയമം ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. സംഘപരിവാറിന്റെ ഹീന നടപടി അന്താരാഷ്ട്ര തലത്തിൽ വരെ വിമർശിക്കപ്പെടുകയാണ്. ഭരണഘടനാ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത്. മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നതാണ് നിയമമെന്നും ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ തലച്ചോറാണ് CAAക്ക് പിന്നിലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇത് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടയുടെ ഭാഗവുമായ ഒരു നിയമമാണ്. കേരളം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ നിലപാട് എല്ലാ തലത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പൗരത്വ പ്രശ്നത്തിൽ കോൺഗ്രസിന്റേത് കുറ്റകരമായ മൗനമാണ്. CAAക്കെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്നും രാഹുൽ ഗാന്ധി വിഷയമറിഞ്ഞ ഭാവം കാണിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ. ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയാകട്ടെ ഇതുവരെ ഇങ്ങനൊരു വിഷയം അറിഞ്ഞതായേ ഭാവിച്ചിട്ടില്ല. CAAക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ നിലപാട് പറയാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് കഴിഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്നാൽ മാത്രമേ പൗരത്വ ഭേദഗതി നിയമം ഒഴിവാക്കാൻ പറ്റുള്ളൂവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കേന്ദ്രത്തിൽ ഭരിക്കുന്നവർക്കാണ് ഈ കാര്യത്തിൽ ഒരു ആശ്വാസം ജനങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുക. അതിന് കേന്ദ്രത്തിൽ ഭരണമാറ്റം വേണം. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ കേരളം നിലപാടെടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കി. 835 കേസ് രജിസ്റ്റർ ചെയ്തതിൽ 629 കേസ് കോടതിയിൽ നിന്ന് ഇല്ലാതായി. 260 കേസിൽ 86 പിൻവലിക്കാൻ സർക്കാർ സമ്മതം നൽകി. കേവലം ഒരേ ഒരു കേസ് മാത്രമാണ് അന്വേഷണ ഘട്ടത്തിലുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. മാസപ്പടി വിവാദത്തിൽ SFI അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാം മനസ്സിലാകുമല്ലോ എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതേസമയം മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കാനാകില്ലെന്നാണ് വിജിലൻസിന്റെ നിലപാട്. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം 27 വാദം കേൾക്കും. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഓഹരിയുള്ള CMRLും
മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും തമ്മിലുള്ള ഇടപാട് നിയമവിരുദ്ധമാണെന്ന നിരീക്ഷണത്തെ തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ആദ്യം ചൊടിച്ചെങ്കിലും അന്വേഷണം നടക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാകുമല്ലോ എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അന്വേഷണം നടക്കട്ടെ, വരട്ടെ വിവരങ്ങൾ, നേരം കിട്ടുമല്ലോ വിവരങ്ങൾ കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത്, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ധാതുമണൽ ഖനനത്തിന് വഴിവിട്ട് സഹായിച്ചതിന്റെ പ്രത്യുപകാരമായാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL മാസപ്പടി നൽകിയതെന്നാണ് മാത്യു കുഴൽനാടൻ MLA-യുടെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും ഉൾപ്പെടെ 7 പേർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണെന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടി. ആരോപണം അഴിമതി നിരോധന വകുപ്പിന്റെ പരിധിയിൽ വരില്ല, അതുകൊണ്ട് അന്വേഷണം സാധ്യമല്ലെന്നാണ് വിജിലൻസ് നിലപാട്. കേസിൽ ഇരുഭാഗത്തിന്റെയും വാദം കേൾക്കുന്നതിനായി ഹർജി ഈ മാസം 27-ന് വീണ്ടും പരിഗണിക്കും. 24 തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മുഖത്ത് മുറിവേറ്റു. തൃണമൂൽ കോൺഗ്രസാണ് ചിത്രം സഹിതം വിവരം പുറത്തുവിട്ടത്. വീട്ടിൽ കാൽ വഴുതി വീണാണ് പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ടുകൾ. മമത വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. കൊൽക്കത്ത SKSSM ആശുപത്രിയിൽ ചികിത്സ തേടിയ മമത ആശുപത്രി വിട്ടു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഗവർണർ CV ആനന്ദബോസ്. I came for a personal verification with the doctors. They have assured me everything is under control. Honorable CM is getting the best of medical treatment. Situation is under control. Thank you. സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിന് മുകളിൽ തുടരുന്നു. പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും നിയന്ത്രണങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. വിവിധ വകുപ്പുകൾ KSEBക്ക് നൽകാനുള്ള കുടിശ്ശിക തീർക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി രൂപീകരിച്ചു. തുടർച്ചയായ 3-ാം ദിവസമാണ് വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റ് പിന്നിടുന്നത്. ഇന്നലെ 5066 മെഗാവാട്ടാണ് പീക്ക് ടൈമിലെ വൈദ്യുതി ഉപഭോഗം. ഇത് സർവകാല റെക്കോർഡാണ്. ഈ മാസം 11-ന് രേഖപ്പെടുത്തിയ 5024 മെഗാവാട്ടാണ് മറികടന്നത്. പ്രതിദിന ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി. തൽക്കാലം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോട് സർക്കാരിന് താൽപര്യമില്ല. ഉയർന്ന വിലയ്ക്ക് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങാനാണ് നീക്കം. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ KSEBക്ക് സർക്കാർ വകുപ്പുകൾ നൽകാനുള്ള കുടിശ്ശികയിൽ തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി രൂപീകരിച്ചു. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാകുമെന്നും ബോർഡ് വ്യക്തമാക്കി. കുടിശ്ശിക ലഭിച്ചാൽ നിയന്ത്രണങ്ങളില്ലാതെ മുന്നോട്ടു പോകാമെന്നും ബോർഡ് അറിയിച്ചിട്ടുണ്ട്. തുടർന്നാണ് കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ ഇടപെടാൻ സമിതിക്ക് നിർദ്ദേശം നൽകിയത്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് നാളെ മുതൽ 3 ദിവസം റേഷൻ വിതരണമില്ല. ആധാർ മസ്റ്ററിംഗ് നടക്കുന്നതിനാലാണ് റേഷൻ കടകൾക്ക് അവധി. ഈ ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രങ്ങളിലെത്തി ആധാർ അപ്ഡേഷൻ നടത്താം. സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ റേഷൻ വ്യാപാരികൾ രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമനുസരിച്ച് റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും പോസ്റ്റ് മെഷീൻ വഴി ആധാർ മസ്റ്ററിംഗ് നടത്തണം. ഈ മാസം 31 അവസാന തീയതി. ഇതുപ്രകാരം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രങ്ങളിലെത്തി ആധാർ മസ്റ്ററിംഗ് നടത്തണമെന്നാണ് നിർദ്ദേശം. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഇടവേളകളില്ലാതെ റേഷൻ കടകൾ പ്രവർത്തിക്കണമെന്ന ഉത്തരവിനെതിരെ വ്യാപാരികൾ രംഗത്തെത്തി. ഈ മിഷന്റെ അടുത്ത് വേറൊരാളെ ഇരുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതൊക്കെ അറിയുന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഉത്തരവിറക്കുന്ന ഒരു ശരിയായ നിലപാടല്ല. ഇതിന് വരേണ്ടത് മനുഷ്യന്മാരാണ്. അവർ ഈ ചൂടത്ത് വരുമോ? ഈ ചൂടത്ത് പുറത്തിറങ്ങാൻ പാടില്ല. അതിയാതി ചൂടാണ്. 42 ഡിഗ്രി ചൂടുള്ള സമയമാണ്. റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തതിനാലാണ് റേഷൻ വിതരണം നിർത്തിവെച്ചത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കലോത്സവത്തിലെ സംഘർഷങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേരള സർവകലാശാല രജിസ്ട്രാർ DGPക്ക് കത്ത് നൽകി. കോഴ ആരോപണം നേരിട്ട വിധികർത്താവിന്റെ മരണത്തിലും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരിച്ച PN ഷാജിയാണ് കോഴ കേസിൽ 1-ാം പ്രതി. 2-3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ നിർദ്ദേശപ്രകാരമാണ് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് രജിസ്ട്രാർ DGPക്ക് കത്ത് നൽകിയത്. സംഘർഷവും കോഴ ആരോപണവും വിധികർത്താവിന്റെ മരണവും സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ആവശ്യം. സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ കാര്യത്തിലും വൈസ് ചാൻസലർ നിലപാട് കടുപ്പിച്ചു. ഫെബ്രുവരിയിൽ കാലാവധി അവസാനിച്ച യൂണിയന് ഇനി കാലാവധി നീട്ടി നൽകില്ല.
സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് ഉടൻ യൂണിയന്റെ ചുമതല കൈമാറുമെന്നും VC അറിയിച്ചു. കലോത്സവത്തിൽ വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്ന പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മരിച്ച PN ഷാജിയാണ് ഒന്നാം പ്രതി. ഷാജി 2ഉം 3ഉം പ്രതികളായ സൂരജിന്റെയും ജോമറ്റിന്റെയും സ്വാധീനത്തിന് വഴങ്ങിയെന്ന് FIR-ൽ പറയുന്നു. സർവകലാശാലയെയും വിദ്യാർത്ഥികളെയും പ്രതികൾ വഞ്ചിച്ചെന്നും പോലീസ്. ഒന്നാം പ്രതി ജീവനൊടുക്കിയെന്നും തങ്ങളും അതേ മാനസികാവസ്ഥയിലാണെന്നും ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 2ഉം 3ഉം പ്രതികൾ ചൂണ്ടിക്കാട്ടി. കോഴ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി കോടതി നാളത്തേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക് ടു പ്രൈം ടൈം ന്യൂസ്. പശ്ചിമബംഗാളിലെ 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി. മറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായി ചർച്ച തുടരുകയാണെന്ന് CPIM അറിയിച്ചു. പഞ്ചാബിൽ കോൺഗ്രസ് നേതാവായിരുന്ന പ്രണീത് കൗർ BJP-യിൽ ചേർന്നു. BJP ടിക്കറ്റിൽ പട്യാലയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പൊതുതെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലെ 13 സീറ്റിൽ CPIM മത്സരിക്കും. CPIM ഫോർവേഡ് ബ്ലോക്കും RSPയും ഓരോ സീറ്റിൽ വീതമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ആകെ 16 സ്ഥാനാർത്ഥികളെയാണ് ഇടതുമുന്നണി പ്രഖ്യാപിച്ചത്. മറ്റു സീറ്റുകളിൽ കോൺഗ്രസുമായി ചർച്ച തുടരുകയാണെന്ന് CPIM പശ്ചിമബംഗാൾ സെക്രട്ടറി বিমান ബോസ് പ്രതികരിച്ചു. অনেকে গুলিয়ে দেওয়ার চেষ্টা করছে, আমরা তারও বিরোধী। আর বাকি আমরা আলোচনা করেছি যে আগামী কাল পরশুর মধ্যে হয়তো নির্বাচনের দিন ঘোষণা হতে পারে. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ സസ്പെൻഷനിലായ മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും 4 തവണ MP-യുമായ പ്രണീത് കൗർ ഇന്ന് BJP-യിൽ ചേർന്നു. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ ഭാര്യയായ പ്രണീത് പട്യാലയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു. അതേ സീറ്റിൽ ഇത്തവണ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. കർഷക സമര പശ്ചാത്തലത്തിൽ ജാട്ട് സിഖ് വോട്ടുകൾ ഒപ്പം നിർത്താനാണ് BJP-യുടെ ലക്ഷ്യം. പഞ്ചാബിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആം ആദ്മി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിൽ സംസ്ഥാനത്തെ 5 മന്ത്രിമാർ, ഒരു സിറ്റിംഗ് MP, കോൺഗ്രസ് മുൻ MLA എന്നിവരുൾപ്പെടെ മുതിർന്ന നേതാക്കളെയാണ് രംഗത്തിറക്കിയത്. 24 ഡൽഹി. തിരുവനന്തപുരത്ത് 3 കോൺഗ്രസ് നേതാക്കൾ BJP-യിൽ ചേർന്നു. DCC മുൻ ജനറൽ സെക്രട്ടറിമാരായ തമ്പാനൂർ സതീഷ്, CN ഉദയകുമാർ എന്നിവരും കേരള സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസുമാണ് BJP-യിൽ ചേർന്നത്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതുതായി പാർട്ടിയിൽ ചേരാനെത്തിയവരെ സ്വീകരിച്ചത്. K. സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറിനുമൊപ്പം BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് കോൺഗ്രസ് നേതാക്കൾ അംഗത്വം സ്വീകരിച്ചത്. സ്വാഗതം സുസ്വാഗതം. പത്മിനി തോമസിന് സ്വാഗതം. സ്വാഗതം സുസ്വാഗതം. അങ്ങയുടെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ K. കരുണാകരനോടുള്ള പ്രവർത്തന പരിചയവും ഇത് തിരുവനന്തപുരത്തെ BJP-യുടെ കുതിപ്പിൽ ഒരു മുതൽക്കൂട്ടാകും. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം DCC-യുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. തമ്പാനൂർ സതീശനും പത്മിനിക്കുമൊപ്പം മുൻ DCC ജനറൽ സെക്രട്ടറി VN ഉദയകുമാറും പ്രാദേശിക പാർട്ടി പ്രവർത്തകരും അംഗത്വം നേടി. പരാതികൾ കേൾക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ് അവഗണിച്ചെന്ന് പത്മിനി തോമസ് തുറന്നടിച്ചു. മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായി. പത്മിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല. ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിൻ്റെയും പുറകെ പോയിരുന്നു. ഈ BJP വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത്. കാരണം മോദിജി, ഞാൻ എപ്പോഴും നല്ല ഒരു ഇതിൽ കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കായിക രംഗത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസുകാർ BJP-യിലേക്ക് പോകാൻ കാരണമെന്ന് തമ്പാനൂർ സതീഷ്. ഇന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കിടക്കുന്ന കണ്ടു. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നവർ കൊണ്ട് കോൺഗ്രസിന് ഒരു പ്രശ്നവും വരില്ല എന്നാണ് ചില നേതാക്കളൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇത് തുടക്കമേ ആയിട്ടുള്ളൂ. കേരളത്തിലെ 14 ജില്ലകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുത്തൊഴുക്കായിരിക്കും BJP-യിലേക്കെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇരു മുന്നണികളിൽ നിന്നും കൂടുതൽ നേതാക്കൾ BJP-യിലെത്തുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. LDF പ്രവേശനത്തിന് EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം തള്ളി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്നും ദീപ്തി മേരി വർഗീസ്. സംസ്ഥാനത്ത് ബില്ലുകൾ മാറുന്നതിനുള്ള ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ്. ജനുവരി 31 വരെയുള്ള എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകാൻ ട്രഷറികൾക്ക് ധനവകുപ്പ് നിർദ്ദേശം.
RBI കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ പ്രതിസന്ധിയിലായ പേടിഎമ്മിന് താൽക്കാലിക ആശ്വാസം. പേടിഎം വഴി UPI ഇടപാടുകൾ തുടരാൻ അനുമതി ലഭിച്ചു. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് ജയം. ഐസ്വാൾ FC കീഴടക്കിയത് 3-4 ഗോളിന്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.